Hello dear students, welcome back to School at Home. On this class, we are moving on to the next chapter, that is Food Through Digestive Tract. In this chapter, we are discuss about the digestive system of a man. മനുഷ്യനിലെ ദഹന വ്യവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. So let's see. We know that we get all the nutrients required for the life activities from the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ ലഭിക്കുന്നത്. അത് നമുക്കറിയാം അല്ലേ? സോ ദർ ആർ സം ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ലൈഫ് ആക്ടിവിറ്റീസ് ഓഫ് മാൻകൈൻഡ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യം നിറഞ്ഞ പോഷകഘടകങ്ങൾ ന്യൂട്രിയൻസ് ആണ് ഇവ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ് വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ലൈഫ് ആക്ടിവിറ്റീസ് ഓഫ് മാൻകൈൻഡ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് വാട്ടർ. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ഫങ്ഷൻസ്, ധർമ്മം എന്താണെന്നാണ് പഠിക്കേണ്ടത്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദീസ് ന്യൂട്രിയൻസ്? ഫസ്റ്റ് വൺ ഇസ് carbohydrate. This carbohydrate is the major fuel source of our body and it provides energy. നമ്മുടെ ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള എനർജി, ഊർജം പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ. സോ ഫങ്ഷൻസ് ഇവിടെ എഴുതുമ്പോൾ എന്താ? ഇറ്റ് പ്രൊവൈഡ് എനർജി. ദിസ് കാർബോഹൈഡ്രേറ്റ്സ് provides energy. So this carbohydrates are gets from cereals and tuber crops. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമാണ് കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. സോ കാർബോഹൈഡ്രേറ്റ്സ് പ്രൊവൈഡ്സ് എനർജി. നെക്സ്റ്റ് ഇസ് പ്രോട്ടീൻ അഥവാ മാംസ്യം. ദ പ്രോട്ടീൻസ് ആർ ദി ബോഡി ബിൽഡിംഗ് കമ്പോണൻസ്. നമ്മുടെ ശരീര നിർമ്മാണ ഘടകമാണ് ആര്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ പ്രോട്ടീൻ? Protein is the body building components and this proteins are gets from meat, pulses, fish, egg. ഈ പ്രോട്ടീൻ എല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്? മുട്ടയിൽ നിന്നും, മീനിൽ നിന്നും, അതുപോലെ പയറുവർഗ്ഗങ്ങളിൽ നിന്നും, ഇറച്ചിയിൽ നിന്നുമാണ് നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നത്. About 15, that means 15, about 15% of our body weight gained from this protein. 15% നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബോഡി വെയ്റ്റ് കിട്ടുന്നത് എന്തിലൂടെയാണ്? ഈ പ്രോട്ടീനിൽ നിന്നാണ്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ ഫോർ അവർ ബോഡി ലൈഫ് ആക്ടിവിറ്റീസ്. ദാറ്റ് ഈസ് ബോഡി ബിൽഡിംഗ് കമ്പോണൻസ്. ബോഡി ബിൽഡിംഗ് കമ്പോണൻസ് ആർ പ്രോട്ടീൻസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ഫാറ്റ്. ഫാറ്റ് ഈസ് ഓൾസോ ആൻ എനർജി ഗിവിംഗ് ന്യൂട്രിയൻ ലൈക്ക് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ തന്നെ ഒരു ഊർജം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ന്യൂട്രിയൻ, ഒരു പോഷക ഘടകം തന്നെയാണ് ഫാറ്റ്. ദിസ് ഫാറ്റ് ഈസ് ഓൾസോ ഗെറ്റ്സ് ഫ്രം oil seeds, fish, egg, meat, etc. Next is about minerals. Minerals are important for the life activities. There are some important minerals which is essential for our body, that is calcium, iron and zinc. These minerals are required for the proper functioning of our teeth and bones. നമ്മുടെ ശരീരത്തിലെ പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള മിനറൽസാണ് കാൽഷ്യം, അയേൺ എന്നിവയെല്ലാം. സോ ദീസ് മിനറൽസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ദി ഫോർമേഷൻ ഓഫ് ബ്ലഡ്. രക്തനിർമ്മാണത്തിന്, നമ്മുടെ ബ്ലഡ് ഉണ്ടാക്കാനായിട്ട് വളരെയധികം പ്രാധാന്യമേറിയ ഒരു പങ്ക് വഹിക്കുന്നത് ആരാണ്? ഈ മിനറൽസാണ്. ആൻഡ് മിനറൽസ് ആർ ഓൾസോ ഹെൽപ്പ് ഇൻ ദി മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? മിനറൽസ്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മിനറൽസ്? ഇറ്റ് ഹെൽപ്സ് ഫോർ ദി ലൈഫ് ആക്ടിവിറ്റീസ്, ഇറ്റ് ഹെൽപ്സ് ദി ഫോർമേഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ ദി മെറ്റബോളിക് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് വൈറ്റമിൻസ്. ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് വൈറ്റമിൻസ് ഈസ് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ഓൾസോ ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് ഡിസീസസ്. രോഗപ്രതിരോധ ശേഷി, നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻസ്. ആൻഡ് ഇറ്റ് ഓൾസോ മെയിൻറ്റെയിൻ ഹെൽത്ത്. നമ്മുടെ ആരോഗ്യ സംരക്ഷണവും ആര് ചെയ്യുന്നുണ്ട്? ഈ വൈറ്റമിൻസ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് വൈറ്റമിൻസ്? ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് ഡിസീസസ്. There are 13 vitamins are essential for our body. That is vitamin A, B, C, D,
ഇ ആൻഡ് കെ. ഈ വൈറ്റമിൻ ബിയിൽ തന്നെ B1, B2, B3, B5, B6, B7, B9, B12 അങ്ങനെ 13 വൈറ്റമിൻസ് ആണ് നമ്മുടെ ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ലൈഫ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് വാട്ടർ. വാട്ടർ ഈസ് ദി മോസ്റ്റ് എസെൻഷ്യൽ ഫാക്ടർ ആസ് എ ന്യൂട്രിയൻ ഫോർ സസ്റ്റൻസസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു നിലനിൽപ്പിന് വളരെ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് വാട്ടർ. About 65 to 70% of our body is filled with water. നമ്മുടെ ശരീരത്തിൽ തന്നെ 65 മുതൽ 70% വരെ വെള്ളമാണ് ഉള്ളത്. So these are the important nutrient and its functions. Next is about digestion. Digestion is the process of converting complex food materials into simple absorbable forms. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ് അല്ലേ, സങ്കീർണമായിട്ടുള്ളതാണ്. നമ്മൾ കഴിക്കുന്ന ഒരു ചോറാണ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ചോറും കറികളും ഒക്കെ കൂടിയിട്ട് ഒരു കോംപ്ലക്സ് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. ആ കോംപ്ലക്സ് ഫുഡിനെ സിമ്പിളായിട്ടുള്ള അബ്സോർബിൾ ഫോമായി മാറ്റുക എന്നതാണ് ഡൈജഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം അബ്സോർബ് ചെയ്തെടുക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യണം? സിമ്പിളായിട്ടുള്ള ഫോമാക്കി മാറ്റണം. കോംപ്ലക്സ് ഫുഡിനെ എന്താക്കി മാറ്റണം? സിമ്പിളാക്കി മാറ്റണം. അതാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. സോ ഡൈജഷൻ ഈസ് ദി പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോംസ്. ആഗിരണം ചെയ്യാവുന്ന രീതിയിൽ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ആയിട്ട് മാറ്റുകയാണ് വേണ്ടത്. സോ ഇതാണ് ഡൈജഷൻ അഥവാ ദഹനം എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസിനെ എന്താക്കി മാറ്റണം? സിമ്പിൾ അബ്സോർബിൾ ഫോം ആക്കി മാറ്റണം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി പാർട്സ് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. ദഹന വ്യവസ്ഥയിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഇതിൽ നിന്ന് നമുക്ക് നോക്കാം വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി ഡൈജസ്റ്റീവ് സിസ്റ്റം. സോ ഫസ്റ്റ് വൺ ഇസ് മൗത്ത്, വായയിലൂടെയല്ലേ നമ്മൾ ഭക്ഷണം എടുക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ട് ഓഫ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇസ് മൗത്ത്. നെക്സ്റ്റ് വൺ ഇസ് ഈസോഫാഗസ്. ഇവിടെ ഒരു ഫുഡ് പൈപ്പ് പോലെ കാണുന്നില്ലേ, ഫുഡ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. സോ ഇതാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഈസോഫാഗസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്റ്റൊമക്ക്. നമ്മുടെ ആമാശയം, നമ്മുടെ ഉദരമാണ്, വയറ്, സ്റ്റൊമക്ക്. ആൻഡ് നെക്സ്റ്റ് ഇസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇതാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആൻഡ് ദിസ് വൺ ഇസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഇതാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ആൻഡ് ഫൈനലി ഇറ്റ് എൻഡ്സ് ടു എയ്നസ്, മലദ്വാരം. ഇവിടെയാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവസാനിക്കുന്നത്. സോ മൗത്ത്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് എയ്നസ്. So these are the important part of the digestive system. Next is about the different types of teeth. We know that there are 32 numbers of teeth are present in adults. പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യനിൽ 32 പല്ലുകളാണ് ഉള്ളത്. There are different types. The structure and arrangement of the teeth is suitable for the mastication of food that we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ചരയ്ക്കാനുള്ള രീതിയിൽ ഉള്ള ഒരു സ്ട്രക്ചർ, ഒരു ഘടനയും അറേഞ്ച്മെൻറ്റ്, ക്രമീകരണവുമാണ് എന്തിനുള്ളത്? പല്ലുകൾക്കുള്ളത്. സോ ദർ ആർ 4 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്സ് ആർ പ്രസൻറ്റ് ഇൻ അവർ മൗത്ത്. ദാറ്റ് ഈസ് വൺ ഇസ് ഇൻസിസർ. ആദ്യത്തെ എന്ന് പറയുന്നത് ഇൻസിസറാണ്. ഇറ്റ് ഹാഡ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. നമ്മുടെ മൗത്തിൽ, നമ്മുടെ വായയിലെ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന 4, മുകളിലും താഴെ കാണുന്ന 4 പല്ലുകളുണ്ടല്ലോ, അങ്ങനെ മുകളിലും താഴെ 8 പല്ലുകളാണ് ഇൻസിസേഴ്സ് ആയിട്ടുള്ളത്. സോ ഇൻസിസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗത്തിലെ വായയിൽ ഫ്രണ്ടിൽ കാണുന്ന മുകളിലും താഴെ കാണുന്ന 4 പല്ലുകളാണ്. അപ്പോൾ ടോട്ടലി എത്ര പല്ലുകളുണ്ട്? ഇൻസിസേഴ്സ് 8 നമ്പേഴ്സ് ഓഫ് ഇൻസിസേഴ്സ് ആണ് നമ്മുടെ വായയിലുള്ളത്, നമ്മുടെ മൗത്തിലുള്ളത്. ഇറ്റ് ഹാഡ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. നമ്മുടെ ഭക്ഷണം കടിക്കാനും അതുപോലെ തന്നെ അത് മുറിക്കാനും, കടിച്ച് മുറിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ഇൻസിസേഴ്സ് സഹായിക്കുന്നുണ്ട്. അത് എത്ര നമ്പേഴ്സാണെന്ന് പറയുന്നത്? 8 നമ്പേഴ്സ് ഓഫ് ഇൻസിസേഴ്സ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഇസ് ഇതാണ്, കണ്ടോ, ഇൻസിസേഴ്സ്. ഫസ്റ്റിൽ കാണുന്ന പല്ലുകളുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, അതാണ് ഇൻസിസർ. നെക്സ്റ്റ് ഇസ് കനൈൻ. നമ്മൾ കൂർത്ത പല്ലുണ്ടല്ലോ, നമ്മുടെ വായിലുള്ള കൂർത്ത പല്ലുകൾ, അത് എത്ര ഉണ്ട്? ടോട്ടലി 4. മുകളിലും താഴെയായിട്ട്, മുകളിൽ 2 താഴെ 2 ആയിട്ട് 4 എന്തുള്ളത്? കനൈൻ ഉള്ളത്. ദിസ് കനൈൻസ് ആർ ഹെൽപ്സ് ടു ടയറിങ് ഓഫ് ഫുഡ് പാർട്ടിക്കിൾസ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കടിച്ച് കീറാൻ വേണ്ടിയിട്ടാണ് കനൈൻസ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് പ്രീമോളാർ. ദിസ് പ്രീമോളാർ ആർ 8 നമ്പേഴ്സ്. എത്ര എണ്ണുണ്ട്? 8 എണ്ണാണത് പ്രീമോളാർസ് ഉള്ളത്. ദിസ് പ്രീമോളാർ ആർ ഹെൽപ്സ് ടു മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ്.
ഭക്ഷണം ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് പ്രീമോളാർ. സോ ദിസ് വൺ ഇസ് പ്രീമോളാർ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് മോളാർ. ദിസ് മോളാർ ആർ 16 in numbers. 16 എണ്ണാണ് നമ്മുടെ വായിൽ, അതായത് പ്രായപൂർത്തിയായിട്ടുള്ള അഡൽട്ട്സ് ആയിട്ടുള്ള ആൾക്കാരിൽ എത്ര എണ്ണാണുള്ളത്? 16 എണ്ണാണ് ഈ മോളാർ ടീത്ത് ഉള്ളത്. സോ ഇറ്റ് ഓൾസോ ഹാൽപ്സ് ഇൻ ദി മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ് ആസ് ലൈക്ക് പ്രീമോളാർ. പ്രീമോളാറിനെ പോലെ തന്നെ മോളാറും എന്തിനെ തന്നെയാണ്? ഭക്ഷണ പദാർത്ഥങ്ങൾ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ, ചവച്ചരയ്ക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. സോ ഇൻസിസർ ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട് ദ ഫുഡ്. Canal helps to tiring of food particles. Premolar helps to mastication of food. Molar helps to also in the mastication of food. ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മോളാറും പ്രീമോളാറും. മോളാർ എത്ര ഉണ്ട്? 16 എണ്ണം. ദിസ് മോളാർ, ഈ മോളാർ ടീത്തിന് മറ്റൊരു പേരാണ് വിസ്ഡം ടീത്ത്. അതായത് നമുക്ക് ഒരു ഏജ് എത്തുമ്പോൾ മാത്രമാണ് ഈ മോളാർ ടീത്ത് നമ്മുടെ വായിലുണ്ടാവുകയുള്ളൂ. ഒരു പ്രായപൂർത്തിയായി കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മോളാർ ടീത്ത് കംപ്ലീറ്റ് നമ്മുടെ വായിൽ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. So these are the important different types of teeth that's present in our mouth, and its structure and arrangement of this teeth is suitable to masticate the food that we eat. Next is about the structure of a molar tooth. നോക്കാം, ഇവിടെ കനൈൻ, ഒരു കനൈൻ ടീത്തിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. ഇത് മോളാർ ടീത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഒരു മൊത്തം പല്ലിൻ്റെ ഘടനയാണിത്. സോ ദർ ആർ 3 important parts of a teeth. ഒരു ടീത്തിന്, ഒരു പല്ലിന് 3 ഭാഗങ്ങളാണുള്ളത്. First one is crown, and the second one is neck, and the other one is root. Crown, neck, root. അല്ലേ? ഒരു കിരീടം, ഒരു കഴുത്ത്, ഒരു വേര് എന്നുള്ള പറയുന്ന പോലെ തന്നെ ക്രൗൺ. ക്രൗൺ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന, നമ്മുടെ പല്ലിൽ കാണുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗത്താണ് ക്രൗൺ ഉള്ളത്. അതിലാണ് അടങ്ങിയിട്ടുള്ളതാണ് എന്തൊക്കെയാണ്? ഇനാമൽ ആൻഡ് ഡെൻറ്റൈൻ. ഓക്കെ, നോക്കാം. സോ ദിസ് വൺ ഇസ് ഇനാമൽ. ഇനാമൽ ഇസ് വൈറ്റ് ഇൻ കളർ, വെള്ള നിറമാണുള്ളത്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ്, കാഠിന്യം നിറഞ്ഞവയാണ് എന്തെന്ന് പറയുന്നത്? ഇനാമൽ. കാഠിന്യം നിറഞ്ഞ ഭാഗമാണ് ഇനാമൽ. ആൻഡ് ഇറ്റ് ഈസ് വൈറ്റ് ഇൻ കളർ. ആൻഡ് ഇറ്റ് ഈസ് എ ഡെഡ് ടിഷ്യൂ. ഇത് നിർജീവമാണ്, ഇത് എന്തില്ല? ജീവനില്ല. സോ ഇനാമൽ ഇസ് ഇൻ വൈറ്റ് കളർ, ഇറ്റ് ഈസ് എ ഹാർഡസ്റ്റ് പാർട്ട് ആൻഡ് ഡെഡ് ടിഷ്യൂ. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഡെൻറ്റൈൻ. ഡെൻറ്റൈൻ നോക്കൂ, കണ്ടോ? ഈ മോളാറിൽ ഈ റീജിയനാണ് ഡെൻറ്റൈൻ, ഇവിടെ ഇതുമാണ് കനൈനിൽ. സോ ഡെൻറ്റൈൻ ഇസ് എ ലിവിങ് ടിഷ്യൂ വിച്ച് ഫോംസ് ദ ടൂത്ത്. നോക്കൂ, ഡെൻറ്റൈൻ എന്ന് പറയുന്നത് ലിവിങ് ടിഷ്യൂ ആണ്, ഇനാമൽ എന്ന് പറയുന്നത് ഡെഡ് ടിഷ്യൂ ആണ്. ഈ ലിവിങ് ടിഷ്യൂ എന്നാണ് എന്തുണ്ടാകുന്നത്? ടൂത്ത്, പല്ല് ഉണ്ടാകുന്നത് എന്നാണ്? ഈ ഡെൻറ്റൈൽ നിന്നാണ്. സോ ഡെൻറ്റൈൻ ഇസ് എ ലിവിങ് ടിഷ്യൂ വിച്ച് ഫോംസ് ദ ടൂത്ത്. ഇതെന്നാണ് പല്ല് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് പൾപ്പ്. പൾപ്പ് നോക്കാം. പൾപ്പ് ഇസ് എ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ സീൻ ഇൻ ദി പൾപ്പ് കാവിറ്റി. പൾപ്പ് എവിടെ കാണുന്നത്? പൾപ്പ് കാവിറ്റിയിലാണ്. അതെന്താണ്? കണക്റ്റീവ് ടിഷ്യൂ ആണ്. സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ് പൾപ്പ്, ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ദി പൾപ്പ് കാവിറ്റി. പൾപ്പ് കാവിറ്റിയിൽ ആരെ കാണുന്നു? പൾപ്പ് കാണുന്നു. ബ്ലഡ് വെസൽസ്, ലിംഫ് ഡക്ട്സ് ആൻഡ് നെർവ് ഫൈബേഴ്സ് ആർ ഓൾസോ സീൻ ഇൻ ദിസ് പൾപ്പ്. പൾപ്പിൽ എന്തെല്ലാം നമുക്ക് കണ്ടോ? ഇവിടെ ഇതാണ് പൾപ്പ് എന്ന് കണ്ടില്ലേ? ഓക്കെ, ഇതാണ് പൾപ്പ്. അവിടെ കണ്ടോ ഇങ്ങനെയുള്ള വെസൽസ്, ബ്ലഡ് വെസൽസ്, ലിംഫ്, നെർവ് ഫൈബേഴ്സ് കണ്ടില്ലേ? ഇതെല്ലാം എവിടെ കാണാനായിട്ട് സാധിക്കും? പൾപ്പിൽ കാണാൻ പറ്റും. സോ ദിസ് പൾപ്പ് ഇസ് ദ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ദി പൾപ്പ് cavity. Blood vessels, lymph ducts, nerve fibers are also seen in this pulp. Next is about cementum. Calcium containing connective tissue that holds the tooth in the socket of the gum. അതായത് നമ്മുടെ ഈ പല്ലിനെ ഈ പിടിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നവയാണ് സിമെൻറ്റം. സിമെൻറ്റ് ഇട്ട് ഉറപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതേപോലെ ആലോചിച്ചാൽ മതി. ഈ സിമെൻറ്റ് എന്ന് പറയുന്നത് കാൽഷ്യം കണ്ടെയ്ൻ ആണ്. നമ്മൾ മിനറൽസ് പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു അല്ലേ? ദീസ് മിനറൽസ് ആർ റിക്വയർഡ് ഫോർ ദി പ്രോപ്പർ ഫങ്ഷൻസ് ഓഫ് അവർ ടീത്ത് ആൻഡ് ബോൺസ് എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറലാണ് എന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന്, ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് കാൽസ്യം. സോ ദിസ് കാൽസ്യം ഈസ് കണ്ടെയ്ൻ ഇൻ ദിസ് കണക്റ്റീവ് ടിഷ്യൂ ഓഫ് സിമെൻറ്റം ആൻഡ് ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദി സോക്കറ്റ് ഓഫ് ദി ഗം. നമ്മുടെ മോണ, പല്ലിൻ്റെ മോണയുണ്ടല്ലോ നമ്മൾ വായിലുള്ള, ആ മോണയിൽ ഈ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുക എന്നതാണ് ആരുടെ ഫങ്ഷൻ? സിമെൻറ്റത്തിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അത് എവിടെയാണ്? റൂട്ടിലാണ് സിമെൻറ്റും പെടുന്നത്, നെക്കിലാണ് ഏത് പറയുന്നത്? പൾപ്പ് പെടുന്നത്. സോ പൾപ്പിലാണ് ധാരാളം ബ്ലഡ് വെസൽസും ലിംഫ് ഡക്ട്സും നെർവ് ഫൈബേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആൻഡ് ടൈപ്സ് ഓഫ് ടൂത്ത് ഇൻ അവർ മൗത്ത്. നമ്മുടെ വായിലുള്ളത്, നമ്മളിപ്പോൾ ഡൈജസ്റ്റീവ് പാർട്ടിലെ ഫസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ മൗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. മൗത്തിൽ തന്നെ പല്ലിൻ്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ടങ് ഇൻ ദിസ് പ്രോസസ്സ്? ഈ പ്രോസസ്സിൽ, ഈ ഒരു സംഭവത്തിൽ വാട്ട് ഈസ് ദ റോൾ, എന്ത് പങ്കാണ് നാവ് വഹിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് നോക്കേണ്ടത്.
The tongue helps teeth to masticate food materials and mix them with saliva. നമ്മുടെ വായിലെ ഉമിനീരുമായി ഭക്ഷണ പദാർത്ഥങ്ങളെ കൂട്ടിക്കലർത്തുന്നതും ഒപ്പം പല്ലുകളെ ചവച്ചരയ്ക്കാൻ, ഈ ഭക്ഷണത്തെ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതും ആരാണ്? ഈ ടങ്കാണ്, നമ്മുടെ നാവാണ്. ദ ടങ് ഹെൽപ്സ് ദ ടീത്ത് ടു മാസ്റ്റിക്കേറ്റ് ദ ഫുഡ് മെറ്റീരിയൽസ് ആൻഡ് മിക്സ് ദം വിത്ത് സലൈവ. ഉമിനീരുമായി കൂട്ടിക്കലർത്തും. ദ ടേസ്റ്റ് ബഡ്സ് ഇൻ ദ ടങ് ഹെൽപ്സ് ഇൻ ദി സെൻസേഷൻ ഓഫ് ടേസ്റ്റ്. നമ്മുടെ ടേസ്റ്റ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ടേസ്റ്റ് മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ ടങ്കിനുള്ളിലുള്ള ടേസ്റ്റ് ബഡ്സ് ആണ്, സ്വാദ് മുകുളങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. So both the teeth and tongue which help in the masticating and moving food into the food pipe. ഫുഡ് പൈപ്പ് എന്ന് നമ്മൾ ഈസോഫാഗസ് പറഞ്ഞില്ലേ, അതാണ് ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം മൗത്ത് നിന്ന് പിന്നീട് പോകുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മൗത്താണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൗത്തിലെ ടൂത്തിനും പറഞ്ഞു, ഇപ്പോൾ ടങ്കിനും പറഞ്ഞു. ടങ്കിൻ്റെ ഫംഗ്ഷനും ഈ പ്രോസസ്സിൽ ടങ്കിനുള്ള റോളും പറഞ്ഞു, ഒപ്പം ടൂത്തിനുള്ള റോളും പറഞ്ഞു. ദെൻ ഈ ടങ്കാണ് എന്ത് ചെയ്യുന്നത്? ഈ മാസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഫുഡ് പിന്നീട് എവിടേക്ക് എത്തിക്കേണ്ടത്? ഫുഡ് പൈപ്പിലേക്ക്, അതായത് ഈസോഫാഗസിലേക്ക് എത്തിക്കുക. എന്താണ് ആരുടെ ഫംഗ്ഷൻ? ഈ ടങ്കിൻ്റെ ഫംഗ്ഷൻ, നാവിൻ്റെ ഫംഗ്ഷൻ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ്, ആൻഡ് താങ്ക് യു.